പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഗണിത മധുരം ചാനലിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത്. ഒന്നിനു ശേഷം 0 വരുന്ന സംഖ്യകൾ നിങ്ങൾക്ക് അറിയാലോ. 10, 100, 1000, 10000 ഇങ്ങനെയുള്ള സംഖ്യകളിൽ വളരെ പെട്ടെന്ന് എത്ര 10കളാണുള്ളത്, എത്ര 100കളാണുള്ളത്, എത്ര 1000ങ്ങളാണുള്ളത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ട്രിക്കുമായിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുകയല്ലേ? ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഏതാണ്? 10000 അല്ലെ? 10000 നമ്മൾ നോക്കി അറിയാം 5 അക്കങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ അക്കം ഏതാണ്? 9. അപ്പൊ 4 അക്ക സംഖ്യ ചോദിച്ചാലോ 4 9 വരണം അല്ലെ? അപ്പൊ 4 9 വന്നാൽ എങ്ങനെയാ വായിക്കാം? 9999. എന്നാ വേറെ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ക്വിസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? ഇത് കാണുമ്പോ കുറെ കൂട്ടുകാർ എഴുതി നോക്കും. പക്ഷേ ഇത് കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യ, അത് തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ലേ? ഇത് പല കൂട്ടുകാർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇനി നമുക്ക് 10000 എന്ന സംഖ്യയില് എത്ര ഒന്നുകളുണ്ട്, എത്ര 10കളുണ്ട്, എത്ര 100കളുണ്ട്, എത്ര 1000ങ്ങളുണ്ട്, എത്ര 10000ങ്ങളുണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 10,000 10000 അല്ലെ? ഈ 10000ത്തിൽ എത്ര ഒന്നുകളുണ്ട്? എത്ര ഒന്നുകളാണുള്ളത്? 10000ത്തില് എത്ര ഒന്നുകളുണ്ട്? 10000 ഒന്നുകൾ. വിവിധ നോട്ടുകളുടെ കൂട്ടങ്ങളാക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ 10000ത്തിൽ എത്ര 1 രൂപകളുണ്ട്? 10000 1 രൂപകളുണ്ട്. അതായത് 10000 ഒന്നുകളാണുള്ളത്. അപ്പൊ നമുക്കിവിടെ എഴുതാം. എത്ര എഴുതേണ്ടത്? 10000 അല്ലെ? അത് എഴുതുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ തെറ്റില്ല. 1, 10, 100, 1000, 10000 അത്രയും ഒന്നുകൾ. നോക്കൂ, 1, 10, 100, 1000, 10000 ഒന്നുകൾ, വൺസ് അല്ലെ? ഇനി നോക്കൂ, ഈ സംഖ്യയിൽ 10000ത്തിൽ എത്ര 10കളുണ്ട്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ 10കളിൽ എത്ര 0 ഉണ്ട്? 1 0 അല്ലെ? അപ്പോ ടീച്ചർ ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. 10000 എന്ന സംഖ്യ എഴുതി വെച്ചിട്ടുണ്ട്. 10ൽ എത്ര 0 ഉള്ളത്? 1 0. അപ്പൊ ഈ 1 0 അങ്ങോട്ട് വെട്ടിക്കളയാം. 1 0 വെട്ടിയാൽ ബാക്കിയുള്ള സംഖ്യ എങ്ങനെയാ വായിക്കുക? 1000 അല്ലെ? അപ്പൊ എത്ര 10കളാണുള്ളത്? 1000 10കളാണ് ഉള്ളത്. അപ്പൊ 1000 എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര 100കളുണ്ട്? ഹൺഡ്രഡ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? ഹൺഡ്രഡ്സ്. അത് 100ല് 100ല് എത്ര 0ങ്ങളുണ്ട്? 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2 0 വെട്ടണം. 2 0 വെട്ടി. 2 0 വെട്ടിയപ്പം എത്ര 100കളാണുള്ളത്? 100 100കൾ. 100 100കൾ ചേർന്നാൽ 10,000 10000. അപ്പൊ ഇവിടെ എത്രയാ വരിക? 100. ഇനി അടുത്ത ചോദിച്ചിരിക്കുകയാണ് എത്ര 1000ങ്ങളുണ്ട്? ഇപ്പൊ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? 1000ത്തിൽ എത്ര 0ങ്ങളുണ്ട്? എത്ര 0? 3 0. അപ്പൊ ആ 3 0 നമുക്ക് വെട്ടിക്കളയാം. ഒന്നും കൂടെ വെട്ടാണ്. 1, 2, 3 0. ഈ 3 0 വെട്ടിയാൽ ബാക്കി ഇവിടെ ശേഷിക്കുന്ന സംഖ്യ എത്രയാണ്? 10. അപ്പോൾ നോക്കൂ, 10000 ചേർന്നാൽ എന്ത് കിട്ടും? 10,000 10000 കിട്ടും. ഇനി ഇതില് എത്ര 10000 ആണുള്ളത്? അപ്പൊ നോക്കൂ, 10000ത്തിൽ എത്ര 0ങ്ങളുണ്ട്? 4 0. അപ്പോൾ ഈ 4 0 നമ്മൾ അങ്ങോട്ട് വെട്ടിക്കളയാം. അപ്പൊ എത്രയാ കിട്ടുക? 1 10000 അല്ലെ? എത്രയാ കിട്ടുക? 1 10000. 10000 പല രീതികളിൽ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. 10000 എത്ര ഒന്നുകളാണ്? 10000 ഒന്നുകള്. ആ ഒരു രീതിയിൽ എഴുതാം. അല്ലെങ്കിലോ 1000 10കളായിട്ട് എടുക്കാം. അല്ലെങ്കിലോ 100 100കള് 10000 ആണ്. 10
ആയിരങ്ങൾ 10,000 ഒരു 10,000വും 10,000. ഇതൊക്കെ നോട്ടുകളാക്കി എടുത്താലും ഇതേപോലെയാണ് കിട്ടുക. നോട്ടുകളുടെ കൂട്ടങ്ങളാക്കി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 10,000ത്തെ പല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിഫറെന്റ് ഫോംസ് എഴുതാൻ മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയല്ലേ. 1,00,000 എങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ എഴുതാം? ഡിഫറെന്റ് ഫോംസ് എങ്ങനെയാ നമുക്കൊന്ന് നോക്കല്ലേ. ലക്ഷം, ലാക്ക് അല്ലെ. ആദ്യം ടീച്ചർ ഇവിടെ ലക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ചോദിച്ചത് ഇതിലെത്ര ഒന്നുകളുണ്ട്? നമുക്ക് സംശയമില്ലല്ലോ. അപ്പോ 1,00,000 ഒന്നുകളാണുള്ളത്. തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് എഴുതി നോക്കിയാൽ മതി. 1, 10, 100, 1000, 10,000. അപ്പൊ ലക്ഷത്തിന്റെ അവിടെ 1. എത്ര പൂജ്യങ്ങളുണ്ട്? 2, 4, 5 പൂജ്യങ്ങളാണ് ലക്ഷത്തിലുള്ളത്. ഇതൊക്കെ കൂട്ടുകാർ പഠിച്ചു വെക്കണം കേട്ടോ. ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 5 പൂജ്യം. ആകെ എത്ര അക്കങ്ങളുണ്ട്? എത്ര അക്കങ്ങളാണുള്ളത്? 5 പൂജ്യവും ഉണ്ട്, 1 ഉണ്ട്, 6 അക്കങ്ങൾ. ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയണം. നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചു പോകണം. അടുത്തത് എത്ര പത്തുകളുണ്ട്? നമ്മള് ട്രിക്ക് പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? 10ൽ എത്ര പൂജ്യമുണ്ട്? എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. അപ്പൊ ആ 1 പൂജ്യം അങ്ങോട്ട് മാറ്റിക്കളയാ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ മറച്ചു വെച്ചാ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെ മറച്ചു വെച്ച് നമുക്ക് എഴുതാം. അപ്പൊ നോക്കൂ, 1, 10, 100, 1000, 10,000. അതല്ലെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് ഒന്ന് അങ്ങോട്ട് വെട്ടിക്കളയാ. അപ്പൊ ഇവിടെ എത്ര പത്തുകളാണുള്ളത്? 10,000. 10,000 പത്തുകള്. ഇനി നോക്കൂ, എത്ര ഹൺഡ്രഡ്സ്, നൂറുകളുണ്ട്? ഇത് ഇവിടെ ടീച്ചർ ഇംഗ്ലീഷിലാണ് എഴുതിയത്. തൊട്ട് മുമ്പ് ടീച്ചർ മലയാളം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി എഴുതിയെടുത്താൽ മതി. അപ്പൊ ഹൺഡ്രഡ്സ് എത്ര നൂറുകൾ? 100ൽ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം. അപ്പോൾ ഈ 2 പൂജ്യം മാറ്റുക, അല്ലെങ്കിൽ ഇവിടെ 2 പൂജ്യം മറച്ചു വെക്കുക. മറച്ചു വെക്കുമ്പോ എത്രയാണ് വരുന്നത്? 1000 നൂറുകള്. അപ്പൊ എന്താ എഴുതേണ്ടത്? 1000 നൂറുകൾ. ഇപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കൂടി കൂടി വരുന്നില്ലേ? അടുത്തത് എത്ര തൗസൻഡ്സ്? എത്ര തൗസൻഡ്സ്? ആയിരങ്ങളുണ്ട്. 1000ൽ എത്ര പൂജ്യമുണ്ട്? എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യം. അപ്പോ 1, 2, 3 പൂജ്യം മാറ്റി വെക്കുക. അപ്പൊ എത്ര 1000 കിട്ടുക? 100,000 കിട്ടും അല്ലെ? ഇനി നമുക്ക് എളുപ്പമായില്ലേ? അടുത്തത് 10,000. 10,000ല് എത്ര പൂജ്യമുള്ളത്? 4 പൂജ്യം അല്ലെ? അപ്പോൾ ഈ 4 പൂജ്യം മറച്ചു വെക്കുക, അല്ലെങ്കിൽ 1, 2, 3, 4 പൂജ്യം വെട്ടിക്കളയുക. അപ്പൊ 10 10,000ങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത നോക്കൂ, എത്ര ലക്ഷമുണ്ട്? ലക്ഷത്തിൽ എത്ര പൂജ്യ? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞല്ലോ 5 പൂജ്യം. അപ്പൊ 5 പൂജ്യം മാറ്റി കളഞ്ഞാല് 2, 2, 3, 5 പൂജ്യം മാറ്റി, അല്ലെങ്കിൽ 5 പൂജ്യം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ 1,00,000ആണുള്ളത്. നോക്കൂ, ലക്ഷത്തെ എങ്ങനെയൊക്കെ എഴുതാം? 1,00,000 ഉണ്ട്. 10 10,000 ചേർന്ന 1,00,000ആണ്. 100 1000 ചേർന്ന 1,00,000ആണ്. 1000 നൂറുകൾ ചേർന്നാല്, 10,000 പത്തുകൾ ചേർന്നാല്, ലക്ഷം ഒന്നുകൾ. ഇങ്ങനെ ലക്ഷത്തെ വിവിധങ്ങളായ രീതികളിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് 10 lakhs, 10 ലക്ഷം അല്ലെ? അപ്പൊ നമുക്ക് വൺസ്, ഒന്നുകൾ എത്രയുണ്ട് എന്നുള്ളതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്രയാണ്? എത്രയുള്ളത്? 10 ലക്ഷം ഒന്നുകൾ. ഇനി എത്ര പത്തുകളുണ്ട്? 10ന് 1 പൂജ്യം, 1 പൂജ്യം മറച്ചു വെക്കുക. 1 പൂജ്യം മറച്ചു വെച്ചാൽ എത്രയാ വരിക? 1, 10, 100, 1000, 10,000, ലക്ഷം പത്തുകൾ. ഇനി ഹൺഡ്രഡ്സ്, എത്ര നൂറുകളുണ്ട്? 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പൊ ആ 2 പൂജ്യം മാറ്റിക്കളയണം. ഈ 2 പൂജ്യം നമ്മൾ അങ്ങനെ മറച്ചു മാറ്റി അങ്ങോട്ട് കളഞ്ഞു. അപ്പൊ നോക്കൂ, എത്രയാണ്? 1, 10, 100, 1000, 10,000 നൂറുകള്. എളുപ്പല്ലേ? അടുത്ത് നോക്കൂ, തൗസൻഡ്സ്. തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ. 1000ൽ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പൊ 1, 2, 3 പൂജ്യം മറച്ചു വെക്കുക. അപ്പൊ എത്രയാണ്? 1000 അല്ലേ? ഇനി നോക്കൂ, അടുത്തത് എന്താണ്? 10,000, 10,000. 10,000ൽ എത്ര പൂജ്യം ഉണ്ട്? 4 പൂജ്യം. അപ്പൊ 1, 2, 3, 4 പൂജ്യം മാറ്റുക. അപ്പൊ എത്ര? 10,000 ആണ് കിട്ടുക.
100 10,000. ഇവിടെ നോക്കൂ, ലക്ഷം. എത്ര ലക്ഷങ്ങളുണ്ട്? അപ്പൊ ലക്ഷത്തിലെ എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം. 5 പൂജ്യം അങ്ങോട്ട് മാറ്റുക. അപ്പൊ എത്രയാണ്? 10 ലക്ഷം. ഇനി അടുത്തത് നോക്കൂ, 10 lakh. 10 lakh എത്ര? 1 അല്ലേ? 10 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ട്? 2 4 6 പൂജ്യം അങ്ങോട്ട് ഒഴിവാക്കി. അപ്പൊ എത്രയാണ്? ഒരു 10 lakh ആണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു 10 ലക്ഷം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പറഞ്ഞത് ടീച്ചർ എഴുതി വെച്ചതാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് ആദ്യം ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ പൂരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എഴുതിയത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ കോടി എങ്ങനെ എഴുതാം? കൂട്ടുകാരൊന്ന് എഴുതി നോക്കൂ. എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അതെ, കോടി. കോടിയിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് എഴുതി നോക്കൂ. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ ഏത് സംഖ്യ വന്നാലും എന്തെങ്കിലും തെറ്റുമെന്ന് സംശയം തോന്നുന്ന കുട്ടികള് ഇതുപോലെ എഴുതിയിട്ട് പൂജ്യങ്ങളെ ക്യാൻസൽ ചെയ്ത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് മറച്ചു വെച്ച് എഴുതിയാൽ മതി. ഒന്നിനു ശേഷം പൂജ്യങ്ങൾ വരുന്ന സംഖ്യകളെ വിവിധ രീതിയിൽ എഴുതാനാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. കൂട്ടുകാരെ, ഇപ്പോൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എങ്കിൽ ടീച്ചർ ഒരു സംഖ്യ തരാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട് അല്ലെ? ഈ സംഖ്യ എങ്ങനെയാ വായിക്കാൻ നോക്കിയിട്ട് 1 10 100 കോമ ഇട്ടു. 1000 10,000 ലക്ഷം. അപ്പൊ നമ്മൾ ലക്ഷത്തിലാണ് തുടങ്ങുക. 4,56,789. 4,56,789. 4,56,789. ഈ സംഖ്യയെ വ്യത്യസ്ത രൂപത്തിൽ എഴുതണം. ഇത്രയും രൂപയാണ് കയ്യിലുള്ളതെങ്കിൽ വ്യത്യസ്ത കൂട്ടങ്ങളാക്കാം. ഇതിന്റെ ചെറിയ സംഖ്യകൾ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ടീച്ചർ ഇനി ചെറിയ സംഖ്യകളിലേക്ക് പോകുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വളരെ കൃത്യമായി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ മതി. ഇനി ഈ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ. ആദ്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ കുറെ വൺസ് ഉണ്ട്, പിന്നെ കുറെ പത്തുകളാണുള്ളത്. അപ്പൊ നോക്കൂ, പത്തുകളും വൺസും മാത്രമാക്കി എഴുതണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എത്ര വൺസ് ഉണ്ട്? ഇവിടെ നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത്, ഒന്നുകളുടെ സ്ഥാനത്ത് ഏതാണ് സംഖ്യ? ഇവിടെ പൂജ്യം അല്ലാട്ടോ. ഒന്നുകളുടെ സ്ഥാനത്ത് ഏതാ സംഖ്യ? 9. അപ്പൊ ഇവിടെ എഴുതാം 9 വൺസ്, ഒന്നുകൾ. മലയാളം എഴുത്തുള്ള കുട്ടികൾ എഴുതാ ഒന്നുകൾ. ഇനി ചോദിക്കുകയാണ്, എത്ര പത്തുകളാണുള്ളത്? പത്തുകളില് എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം. അപ്പോ ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റി വെക്കുക. ഒരു സ്ഥാനം മാറ്റി വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒരു സ്ഥാനത്തെ സംഖ്യ മറച്ചു വെക്കുക. മറച്ചു വെക്കുമ്പോ ഇനി നോക്കൂ, 1 10 100 1000 10,000 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? 45,678. 45,678. അപ്പൊ നോക്കൂ, ഇത്രയും പത്തുകളാണ്. 10ൽ ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം മറച്ചു വെച്ചു. ഇപ്പൊ നോക്ക, ഇവിടെ എഴുതി വെക്കാം 45,678 പത്തുകൾ. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? ഇത് ഇങ്ങനെ കിട്ടുമ്പോ ശരിയാണോ എന്നും കൂടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 45,678 പത്തുകൾ. 10ൽ എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം. അത്രയും പത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനെ കുടിക്കണം 10. അപ്പൊ നോക്കൂ, 1 10 100 1000 10,000 ലക്ഷം. 4,56,780 കിട്ടി. ഇനി അതിന്റെ കൂടെ 9 ഒന്നുകൾ. ഈ 9 കൂട്ടുക. അപ്പൊ എത്രയാ കിട്ടുക? 9 ഇവിടെ എഴുതി. 8 7 6 5 4 കോമയിട്ടു. നമ്മൾ എഴുതിയ ആദ്യ സംഖ്യ തന്നെ കിട്ടി. ശരിയാണെന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കാം. ഇനി അടുത്തത് വേറൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ,
ഇവിടെ കുറെ ഒന്നുകളുണ്ട്, ഇവിടെ കുറച്ച് ആയിരങ്ങളുണ്ട്. ടീച്ചർ ആദ്യം നൂറുകളാണ് എഴുതി വെച്ചത്. അപ്പൊ ഇവിടെയൊക്കെ നൂറുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് അത് വെട്ടി 1000 ആക്കിയതാണ്. അപ്പൊ നോക്കൂ, ഒന്നുകള് ഇവിടെ എത്രയാന്ന് നമുക്കറിയില്ല, കുറെ ആയിരങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി എത്ര 1000 ഉണ്ടെന്ന് എഴുതാം. 1000-ൽ എത്ര 0 ഉണ്ട്? 3 0 അല്ലെ? അപ്പൊ 3 സ്ഥാനങ്ങൾ മറച്ചു വെക്കുക. 1000-ൽ 3 0 ഉള്ളതുകൊണ്ട് 1 2 3 സ്ഥാനം മറച്ചു വെച്ചു. അപ്പൊ ഇവിടെ എത്ര 1000 ഉള്ളത്? 456,000. നോക്കണേ, എത്ര 1000 ആണ്? 456,000. നമുക്ക് ശരിയാണോ നോക്കാം. 456, 1000-ന് 3 0 വരും. ഇത്രയും ആയിരങ്ങളുണ്ട്. അപ്പൊ 4,56,000 വന്നു. ഇനി നോക്കാം, ബാക്കി ഈ 3 സ്ഥാനങ്ങൾ നമ്മൾ മറച്ചു വെച്ചതാണ് അല്ലെ? ഇത്രയും ഒന്നുകളാണ് വരിക. അപ്പൊ എത്ര ഒന്നുകളാണ്? 789 ഒന്നുകൾ. 789 ഒന്നുകൾ. ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ? ഇതിനടിയിൽ എഴുതാ 789. ഇപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം എഴുതിയ നമ്മുടെ യഥാർത്ഥ സംഖ്യ തന്നെ കിട്ടി. 4,56,789. കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി വേറെ ഒന്നും കൂടെ ചെയ്തു നോക്കാം. അവിടെ നോക്കൂ, അടുത്തത് ഇവിടെ കുറെ നൂറുകളുണ്ട്, കുറെ 10കളുണ്ട്, കുറെ ഒന്നുകളുണ്ട്. ആദ്യം നമുക്ക് എത്ര നൂറുകളാണെന്ന് നോക്കാം, തെറ്റാതിരിക്കാനാണ്. അപ്പൊ ഇവിടെ നോക്കൂ, നൂറുകളില് എത്ര 100-ൽ എത്ര 0 ഉണ്ട്? 2 0. അപ്പൊ ഇതില് ഈ സംഖ്യയില് 2 സ്ഥാനം മറച്ചു വെക്കാം. ഇവിടെ ടീച്ചർ 2 സ്ഥാനം മറച്ചു വെച്ചു. അപ്പൊ നോക്കൂ, 1 10 100 1000. 4,567 നൂറുകൾ. ഇവിടെ നോക്കൂ, ഇവിടെ എഴുതുവാണ് 4,567 നൂറുകൾ. എത്ര നൂറുകളാണ്? 4,567 നൂറുകൾ. ഇനി എത്ര 10കളുണ്ട്? 10ന്റെ സ്ഥാനത്ത് നോക്കുക, എത്ര 10 ആണ്? 8 10. കാരണം ഇവിടെ പിന്നെ ഒന്നുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. 8 10കൾ. അടുത്തത് എത്ര ഒന്നുകളാണ്? 9 ഒന്നുകൾ. ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണോ? നോക്കാം. 4,567 100. 4,567 100-ന്റെ 2 0. ഇനി 8 10കള്. 8 10 എന്ന് പറഞ്ഞാല് 80. ഇനി 9 ഒന്നുകൾ. 9 ഒന്നുകൾ. നോക്കൂ, 9 8 7 6 5 4. 4,56,789. നോക്കൂ, എന്ത് രസാണ് കണക്ക് പഠിക്കാൻ. അത് അറിഞ്ഞ് പഠിച്ചാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി ഏത് സംഖ്യ കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത നോക്കാം. ഇവിടെ കുറെ ഒന്നുകള് 10കള് 100കള് 1000കള് ലക്ഷങ്ങളൊക്കെ ഉണ്ട് അല്ലെ? എത്ര ലക്ഷമാണ് ഇതിനകത്തുള്ളത്? 4 ലക്ഷമാണുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് എഴുതി വെക്കാം 4. ഇനി നോക്കാം, ഇവിടെ 10,000 ഇല്ല. അതേ സമയത്ത് ഇവിടെ പറയുന്നത് എത്രയോ ആയിരങ്ങളാണുള്ളത്. അപ്പൊ എത്ര 1000-ആണ്? 1000-ന് എത്ര 0 ഉണ്ട്? 3 0. 3 സ്ഥാനം മാറ്റി വെച്ച് ലക്ഷം നമ്മൾ എഴുതി അല്ലെ? അപ്പൊ എത്ര 1000 വരിക? 56 ആയിരങ്ങൾ. ഇനി നോക്കൂ, എത്ര നൂറുകളുണ്ട്? 100-ന്റെ സ്ഥാനത്ത് ഇവിടെ 10കളുണ്ട്, ഒന്നുകളും ഉണ്ട്. അതുകൊണ്ട് 100-ന്റെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത്? 7 നൂറുകൾ. ഇനി 10-ന്റെ സ്ഥാനത്ത് എത്രയാ വരുന്നത്? 8 10കൾ. എത്ര ഒന്നുകളാണ്? 9 ഒന്നുകൾ. 4 ലക്ഷം. അപ്പൊ ഇവിടെ 4 ലക്ഷം എഴുതാം. 1 10 100 1000 10,000 ലക്ഷം. 4 ലക്ഷമായി. ഇനി നോക്ക, 56 ആയിരങ്ങള്. 56 എത്രയാണ്? 56 1000. 1000-ന് 3 0 ആണ് വരിക. നോക്കൂ, അടുത്തത് 7 നൂറുകളാണ് വരിക. 7 നൂറുകൾ 700. 8 10കളാണ് വരിക. 8 10 80. 9 ഒന്നുകളാണ് വരിക. അപ്പൊ 9. നോക്കൂ, സംഖ്യ അത് തന്നെ കിട്ടിയില്ലേ?
7 6 5 4 4,56,789 തന്നെ കിട്ടിയില്ലേ? വേറെ ഒന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ കുറെ ഒന്നുകളുണ്ട്, വൺസ്. പിന്നെയോ കുറെ ഹൺഡ്രഡ്സ്, വേറെ ഒന്നുമില്ല. അപ്പോ നമുക്കിതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് ഈ സംഖ്യയിൽ എന്നറിയണം. അപ്പൊ 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അതുകൊണ്ട് 2 സ്ഥാനം മാറ്റി വെക്കുക. അപ്പം എത്ര നൂറുകളുണ്ട്? 4567 നൂറുകളുണ്ട്. അപ്പൊ ഇവിടെ എഴുതാം 4567 ഹൺഡ്രഡ്സ്, നൂറുകൾ. അത്രയും നൂറുകൾ. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്നുകളേ ഉള്ളൂ. കാരണം ഇവിടെ ആയിരങ്ങളോ 10,000 ലക്ഷം ഒന്നുമില്ല. ഇവിടെ നമുക്ക് നൂറുകളുടെയും ഒന്നുകളും മാത്രം വരത്തക്ക രൂപത്തിലാണ് ഇത് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ 4567 നൂറുകൾ നമ്മൾ എഴുതി. ഇനി ബാക്കിയുള്ളത് ഒന്നുകൾ. നോക്കൂ, അപ്പൊ എത്ര ഒന്നുകൾ? ആ 10ന്റെ സ്ഥാനം ഇവിടെ വന്നിട്ടില്ല. 100 കഴിഞ്ഞ 10 അല്ലെ? 10ന്റെ സ്ഥാനം വന്നിട്ടില്ല. അപ്പൊ ഒന്നുകളും ഉണ്ട്. അപ്പൊ ആകെ എത്ര ഒന്നുകളാണ്? 89 ഒന്നുകൾ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ശരിയാണോ എന്ന് അറിയുവാൻ 4567 നൂറ് എഴുതാം. 4567 കഴിഞ്ഞ് 2 പൂജ്യം ഇട്ടാ മതി. അത്രയും നൂറുകള്. എന്നിട്ട് 89 ഒന്നുകൾ എഴുതി ഇതേപോലെ എഴുതി കൂട്ടുക. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. പൂജ്യം വരുന്ന സംഖ്യകള് കുട്ടികൾക്ക് എപ്പോഴും തെറ്റുകൾ വരുത്തും. ഇവിടെ നമുക്ക് പൂജ്യം വരുന്ന ഒരു സംഖ്യ നോക്കാം. ഇവിടെ നോക്കൂ, ഈ സംഖ്യ എങ്ങനെയാ വായിക്കാ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം അല്ലേ? അപ്പൊ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്, 1000, 10,000, lakh, 10 lakhs, 31 lakh, 60,000, 57. അതായത് 31,60,60,057. എത്ര ഒന്നുകളുണ്ട്? 10കളുണ്ട്, നൂറുകളുണ്ട്, ലക്ഷങ്ങളുണ്ട്. അപ്പോ ഇവിടെ നോക്കാം. ഇവിടെ 10,000, 10,000 ഒന്നും വന്നിട്ടില്ല. ലക്ഷം ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ലക്ഷം ഉണ്ടെന്ന് നമുക്ക് എഴുതാം. എത്ര ലക്ഷം ഉണ്ട്? 31 ലക്ഷം ഉണ്ട്. 31 ലക്ഷം. ഇനി ഇവിടെ അടുത്ത് 100 പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് 1000, 10,000 ഒന്നും വന്നിട്ടില്ല. അപ്പൊ നൂറുകൾ എത്രയുണ്ടെന്ന് അറിയാൻ 100ൽ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം. അപ്പൊ 57 അങ്ങ് മാറ്റും. ഇനി ഇവിടെ നമ്മൾ എഴുതി 100ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നേ? പൂജ്യമാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? 10,000ഉം 1000ഉം ചേർത്ത് 600 നൂറുകളാണ് ഇവിടെ ഉള്ളത്. എത്ര നൂറുകളാണുള്ളത്? ഇവിടെ നാം പറഞ്ഞു നൂറുകള് 2 പൂജ്യമാണ്. ആ 2 സ്ഥാനം മാറ്റി വെക്കുക. 57 മാറ്റി. 31 ലക്ഷം നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ബാക്കി ഇവിടെ എത്രയാണ് വരുന്നത്? 600 നൂറുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിനകത്ത് എത്ര 10കളുണ്ട്? 10ന്റെ സ്ഥാനം അവിടെ ഒന്നുകൾ വന്നതുകൊണ്ട് 10ന്റെ സ്ഥാനം നമുക്ക് എഴുതാം. എത്ര 10ആണ്? 5 10കള്. ഇനി എത്ര ഒന്നുകളുണ്ട്? 7 ഒന്നുകൾ. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 31 ലക്ഷം ആദ്യം എഴുതാം. 31 ലക്ഷം അല്ലേ വന്നിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നത് 600 നൂറാണ് അല്ലേ? അവിടെ നോക്കാം. 600, 100ന്റെ 2 പൂജ്യം. എത്ര 10കളുണ്ട്? 5 10. 5 10ന്റെ സ്ഥാനത്ത് വന്നു. 10-1 പൂജ്യം. 5 10 50. അടുത്തത് 7 ഒന്നുകൾ. ഇനി നോക്കാം, ഇത് കൂട്ടി നോക്കൂ. 31,60,057. 31,60,057. മനസ്സിലായോ? അടുത്ത നോക്കാം. ഇവിടെ കുറെ ഒന്നുകളുണ്ട്, 10കളുണ്ട്, നൂറുകളുണ്ട്, 10,000 ഉണ്ട്, 10 ലക്ഷം ഉണ്ട്. 10 ലക്ഷം നമുക്കറിയാം. എത്ര 10 ലക്ഷമാണുള്ളത്? 3 10 ലക്ഷമാണുള്ളത് അല്ലെ? അവിടെ നമുക്ക് എഴുതി വെക്കാം 3 10 ലക്ഷം. പക്ഷെ ഇവിടെ ഇനി ലക്ഷത്തിന്റെ സ്ഥാനത്ത് ഉണ്ടോ? ഇല്ല. പിന്നെ 10,000 ആണുള്ളത്. 10,000ൽ എത്ര പൂജ്യം ഉണ്ട്? 4. അതുകൊണ്ട് 4 സ്ഥാനം മാറ്റണം. 1 2 3 4 4 സ്ഥാനം മാറ്റി വെക്കണം. ഇവിടെ 3 10 ലക്ഷത്തിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതി. ബാക്കി എത്രയാണ്? 16 10,000ങ്ങള്. 16 10,000. ഇനി അടുത്ത പറയുന്നത് നൂറുകളാണ്. 1000 10,000 ഇതിനടുത്ത് വന്നു. 100ന്റെ സ്ഥാനത്ത് എന്താണുള്ളത് നോക്കാം. ഒറ്റ 10 100ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? പൂജ്യം. അപ്പൊ അവിടെ പൂജ്യം എഴുതി വെക്കാം. ഇനി അടുത്ത നോക്കൂ. 10ന്റെ സ്ഥാനത്ത് ഒറ്റ 10. 10ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 5 10.
ഇനി ഒന്നുകൾ എത്രയാണ്? 7 ഒന്നുകൾ. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കിയാൽ മതി. അടുത്ത നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ചെയ്തു നോക്കാം. 0 വരുന്നതായതുകൊണ്ടാണ്. ഇവിടെ നോക്കൂ, ഒന്നുകളുണ്ട്, 1000 ഉണ്ട്, ലക്ഷമുണ്ട്. 10 ലക്ഷം ഇവിടെ പറയുന്നില്ല, 10,000 പറയുന്നില്ല, 100 പറയുന്നില്ല, 10 പറയുന്നില്ല. അപ്പൊ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഈ സംഖ്യ കിട്ടണം. അപ്പൊ ഇവിടെ നോക്കാം, ലക്ഷം. ഇവിടെ അപ്പൊ ഈ ലക്ഷത്തിൽ എത്ര പൂജ്യമാണത്? 5 പൂജ്യല്ലേ? അപ്പൊ 5 സ്ഥാനം മാറ്റിച്ചാൽ മതി. 1 2 3 4 5. അപ്പൊ എത്ര ലക്ഷം ഉള്ളത്? 31 ലക്ഷം. ഇവിടെ എഴുതി വെക്കുക, 31 ലക്ഷം. ഇനി എത്ര 1000 ആണുള്ളത്? 31 ലക്ഷം നമ്മുടെ കഴിഞ്ഞു. 1000ത്തിൽ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം അല്ലെ? 1 2 3 സ്ഥാനം മാറ്റി വെക്കുക. 31 ലക്ഷം കഴിഞ്ഞു. അപ്പൊ എത്ര 1000 ഉള്ളത്? 60,000. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എത്ര 1000 ആണ്? 60,000. ഇനി ഒന്നുകളാണ് ചോദിച്ചത്. നോക്ക, 60,000 കഴിഞ്ഞു. 100ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, വേണ്ട. ഇനി ബാക്കി 10ന്റെ സ്ഥാനം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് 10കളെ 1 ആക്കണം. 10ന്റെ സ്ഥാനം കൂടെ 1 ആക്കണം. 7 ഒന്നുകളും. അപ്പൊ ആകെ എത്ര ഒന്നുകളാണ്? 57 ഒന്നുകൾ. സംശയം ഉണ്ടോ? നമുക്ക് നോക്കാം. 31 ലക്ഷം. 31 ലക്ഷം ടീച്ചർ എഴുതി. ഇനി നോക്കാം, 60,000. 1000ത്തില് 3 പൂജ്യമാണ് വരുന്നത്. എന്നിട്ടോ 60,000. അപ്പൊ 60,000. ഇനി പറയുന്നത് 57 ഒന്നുകളാണ്. ഇനി ഇത് കൂട്ടി നോക്കൂ. 7 5 2 പൂജ്യം വന്നു. 6 1 3. ഗ്രൂപ്പ് തിരിച്ചോ? 31,60,60,057. പ്രിയപ്പെട്ട കുട്ടികൾക്ക് മനസ്സിലായില്ലേ? 31,60,60,057 ഇവിടെ നമ്മൾ 3 രീതിയിലാണ് എഴുതിയത്. 3 രീതിയിൽ എഴുതുമ്പോഴും 31,60,60,057 നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ സംഖ്യകളെ വ്യാഖ്യാനിക്കാൻ, വിപുലീകരിക്കാൻ പഠിച്ചാൽ ഏത് സംഖ്യ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. കൂട്ടുകാരൊന്ന് വേറെ സംഖ്യകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ വീഡിയോയുടെ തൊട്ടു മുമ്പ് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് USSന് പറ്റിയതും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുമായ നല്ലൊരു വീഡിയോ ടീച്ചറെ ഇറക്കിയിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ചേച്ചിയോ ചേട്ടന്മാരോ നിങ്ങളുടെ സ്കൂളിലെ മറ്റുള്ള കുട്ടികളോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം. അപ്പോ ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. അടുത്ത പ്രവർത്തനങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.